പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബ്രൗച്ചാണ്. മുന്തിരി കളറും പിങ്ക് കളറും ഒക്കെ കൂടിയുള്ള ഒരു ഹെയർ ബ്രൗച്ച്. ബ്രൈഡിനോ നമ്മുടെ കല്യാണത്തിന് പോകുമ്പോൾ പുട്ടപ്പ് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പുട്ടപ്പ് ചെയ്തിട്ട് ഈ ഹെയർ ബ്രൗച്ച് സൈഡിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. വീഡിയോയിലേക്ക് പോകും മുന്നേ ഇതുപോലത്തെ ചാനൽ ഇഷ്ടമായിട്ടുള്ളത് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമുള്ളത് പെപ്സ്, ഗോൾഡൻ ബ്രൗൺ, നമ്മുടെ ഇഷ്ടമുള്ള കളറ്, പിന്നെ ഫോം ഫ്ലവർ ഒരു ബെഞ്ചായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ ബെഞ്ച് ഫ്ലവർ അല്ലെങ്കിൽ ഒരു വലിയ പാക്കറ്റായിട്ട് കിട്ടും. വില ഇച്ചിരി കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത് വാങ്ങിച്ചേച്ച് ഒരു ബെഞ്ച്, 1-2 ബെഞ്ച് നമുക്ക് ആവശ്യം വരും. പിന്നെ നല്ല കട്ടിയുള്ള, അത്യാവശ്യം കട്ടിയും വളയണ ഒരു തരം കമ്പി, ഇച്ചിരി കട്ടിയുള്ള ഫ്ലവർ കമ്പിയല്ല, അതിന് ഇച്ചിരി കട്ടിയുള്ള കമ്പി. പിന്നെ ഫ്ലവർ ടേപ്പ്, ഇത് ബ്രൗൺ കളറുള്ള ഫ്ലവർ ടേപ്പാണ്. ബ്രൗണും ഗ്രീൻ ഫ്ലവർ ടേപ്പ് നമുക്കിതിന് ഉപയോഗിക്കാം, നല്ലതാണ്. പിന്നെ ഇനി കമ്പിയിലേക്ക് ഫ്ലവർ നമ്മൾ നന്നായിട്ട് ചുറ്റി വെച്ച് ആദ്യത്തെ അതിൻ്റെ തുമ്പ് പയ്യൊന്ന് ചുറ്റിരിച്ചിരി കൊണ്ട് നീങ്ങിച്ച് ഒന്ന് വളച്ചെടുക്കണം. വളച്ച് ടൈറ്റ് ചെയ്ത് ഫ്ലവർ ടേപ്പ് അതിലേക്ക് ചുറ്റി എടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്ന് കുത്തുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ അത് ഊരിപ്പോരും. അപ്പോൾ ആ ഇതിലേക്ക് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഓരോ പെപ്സും ഫ്ലവറും എടുത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അതിലേക്ക് വെക്കണം. ആദ്യം വേണമെങ്കിൽ ഫ്ലവർ വെക്കണമെങ്കിൽ ഫ്ലവർ വെക്കാം, അല്ലെങ്കിൽ പെപ്സ്. ഞാനിവിടെ ആദ്യം ഗോൾഡൻ പെപ്സാണ് വെക്കണത്. എന്നിട്ട് നന്നായിട്ട് ഫ്ലവർ ടേപ്പ് ടൈറ്റ് ചെയ്ത് ചുറ്റണം, അല്ലെങ്കിൽ ലൂസായിട്ട് പോരും. ഇടയ്ക്ക് ഗം വെച്ച് കൊടുക്കണവർക്ക് ഗം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇനി ഫ്ലവർ അതിൻ്റെ അനുസരിച്ച് ഓരോന്ന് ഇഷ്ടമനുസരിച്ച് ഫ്ലവർ ഇതൊക്കെ മാറി മാറി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾക്ക് പറ്റാവുന്നവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.